ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ്. ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നതിനോടൊപ്പം ദിവസവും ഈ ഒരു വെള്ളവും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഗ്രാമ്പു വെള്ളത്തിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് പറഞ്ഞതുകൊണ്ട് ഗ്രാമ്പുവിനോടൊപ്പം ഇതിട്ട് കുടിക്കാൻ നല്ലട്ടോ ഉദ്ദേശിച്ചത്. ഗ്രാമ്പു വെള്ളം യൂസ് ചെയ്യുന്നവർ ഇതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കറുത്ത കുരുമുളകിനെ പറ്റിയിട്ടാണ്. കുരുമുളക് പ്രഗ്നൻസി കിട്ടാനായിട്ട് സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കിങ് എന്നാണ് സാധാരണയായിട്ട് കുരുമുളകിനെ അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഗ്രാമ്പു വെള്ളം, കറുവപ്പട്ട വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക്. പക്ഷെ ഞാൻ പറയുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കുരുമുളക് ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വിറ്റമിൻ കെയുടെ കണ്ടന്റ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അതുപോലെ അയൺ, സിങ്ക്, കോപ്പർ, ക്രോമിയം, കാൽഷ്യം, ഡയറ്ററി ഫൈബർ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നമുക്ക് അൾസർ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഈ കുടലിനെ അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനെ ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ പലർക്കും കുടലിൽ അൾസർ ഉണ്ടാവാനായിട്ട്, നമ്മുടെ വയറിൽ അൾസർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം വയറിലുണ്ടാകുന്ന അടിക്കടി വല്ല വേദനയോ അസ്വസ്ഥതയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ചിലർക്ക് നിൽക്കുന്ന നിപ്പിൽ വയറുവേദന ഉണ്ടാകും, കുത്തി കുത്തി വേദന വരും, കുറച്ച് കഴിയുമ്പോൾ പോകും. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദനകൾ വരുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഇതിനെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുടലിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ്, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പാൻക്രിയാസിലും കുടലിലും അടങ്ങിയിട്ടുള്ള എൻസൈമിനെ ഉത്തേജിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ദഹനവും ഫെർട്ടിലിറ്റിയും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് കൃത്യമായിട്ട് വിഘടിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ശരീരത്തിന് ഓരോ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അങ്ങനെ നടക്കാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും മോഷൻ പോകാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഡൈജഷനിൽ ബുദ്ധിമുട്ടുണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പുരുഷൻ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. പുരുഷ ഹോർമോൺ ആയിട്ടുള്ള, സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ ഇത് വർദ്ധിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സെമന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. സെമന്റെ പ്രൊഡക്ഷൻ കൂടുന്നതോടൊപ്പം അതിന്റെ കൗണ്ടും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പുരുഷന്മാർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭർത്താവിന് യാതൊരു പ്രശ്നങ്ങളില്ലെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹസ്ബൻഡിനും കൊടുക്കുക. കാരണം ബീജത്തിന്റെ ക്വാളിറ്റി ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല അണ്ടവും ബീജവും പ്രോപ്പറായിട്ട് ക്വാളിറ്റിയോടുകൂടി വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി ആവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ എഗ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് നൽകുന്നു. കൃത്യമായിട്ട് ഗ്രോത്ത് എത്തി 80-22 ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും ഇല്ലാതെയും ഇഞ്ചക്ഷൻസ് ഇല്ലാതെയും നാച്ചുറലി റപ്ചർ ആകും. അതാണ് നമ്മൾ ശരിക്കും പ്രഗ്നൻസി നോക്കുന്നവർ ശരീരത്തിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. കൃത്യമായിട്ട് ഗ്രോത്ത് ഇതിന് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചത് പൊട്ടിക്കുന്നത് പോലെയാവും. വളർച്ച എത്തി പൊട്ടിച്ചു. സാധാരണയായിട്ട് പുരുഷന്റെ സെമന് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. പക്ഷേ സ്ത്രീയുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിന്റെ വലിപ്പമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിറ്റി യാതൊരു ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റിയും നല്ലതുപോലെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒപ്പം നമ്മുടെ എഗ്ഗിനെ
ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ്, ഇതൊരു ആന്റി ബാക്ടീരിയൽ ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ടാകുന്നത്, അതായത് ബാക്ടീരിയ കടക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷനോ അതുപോലെ വജൈനൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഇൻഫെക്ഷനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് നമ്മളുടെ കൊളസ്ട്രോളിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള ഇംബാലൻസസ് ഉണ്ടാകും. ഫാറ്റ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് കിതപ്പ്, അതുപോലെ നമ്മുടെ പീരിയഡ്സിനെ അത് അഫക്ട് ചെയ്യും, നമ്മുടെ ഓവുലേഷനെ അത് അഫക്ട് ചെയ്യും. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഇച്ചിരി വണ്ണം കൂടുകയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കുക. അത് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ്, ഇത് ഒരു ആന്റി ഡിപ്രസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിലടങ്ങിയിട്ടുള്ള പെപ്പറൈൻ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഡാമേജിൽ നിന്ന് ഇത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സിറ്റുവേഷന് വേണ്ടുന്ന ഹോർമോൺസ്, അതായത് ഏറ്റവും ആദ്യം നമുക്ക് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വേണം, ഈസ്ട്രോജൻ വേണം, അതുപോലെ LH ഹോർമോൺ വേണം, പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണം, അതുപോലെ നമുക്ക് HCG ഹോർമോണിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് ഏകീകരിച്ചു കൊണ്ട് പോകണമെങ്കിൽ ബ്രെയിൻ സെൽസും അതുപോലെ നമ്മുടെ ശരീരത്തിലെ കമ്മ്യൂണിക്കേഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം. ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു പെപ്പർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത്, ഇതൊരു ആന്റി ക്യാൻസർ ആണ്. നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഫോം ചെയ്യുന്നതിൽ നിന്ന് ഇത് തടയുന്നു. നമ്മുടെ DNA ഡാമേജിൽ നിന്ന്, DNA ഡാമേജ് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടും DNA പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് പല്ലുവേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനെയും ശരീരത്തിൽ ബാക്ടീരിയ, നമുക്ക് പല്ലിനകത്തോട്ട് ബാക്ടീരിയ കടക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ കുരുമുളകായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു അമ്മിയിലിട്ട് അതൊന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് പൊടിയാക്കി എടുക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് കുടിക്കുക. നിങ്ങൾ നല്ലതുപോലെ കുരുമുളക് കഴുകി പയ്യെ ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന കുരുമുളകിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം കേട്ടോ. 3-4 കുരുമുളക് പീസ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം അതൊന്ന് ചതച്ച് വെള്ളം തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 കുരുമുളക് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അളവ് കുറയ്ക്കുക. 3 ആക്കുക. 3 പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ആക്കുക. അപ്പോൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി. 2 കുരുമുളക് എടുത്തിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഗുണമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളമാക്കി കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആവുന്നത് വരെ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ കുറവിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഒരു ദിവസം നിങ്ങൾ 2 കുരുമുളക് എടുത്തിട്ട് പയ്യെ ചതച്ചിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം 2 കുരുമുളക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ 3-ലോട്ടാവുക. ദെൻ 3-ലും പ്രശ്നമില്ലെങ്കിൽ 4-ലോട്ടാവുക. മാക്സിമം 4 മതി, അതിൽ കൂടുതൽ നിങ്ങൾ പോകണ്ട കേട്ടോ. ശരീരത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കുറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കൂടിപ്പോയാൽ മതി. കാരണം ഞാൻ പിന്നെയും പറയാനും കാരണം, ഒരുപാട് ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കഴിച്ചിട്ട് ചേച്ചി ഞങ്ങൾക്ക് നെഞ്ചെരിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊണ്ടയുടെ മാത്രം എരിഞ്ഞു അങ്ങനെയൊക്കെ പറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് ഓർത്തിട്ട് മാത്രം നിങ്ങൾ കുരുമുളക് എടുക്കുക. 2 കുരുമുളകിൽ നിന്ന് മാത്രം നിങ്ങൾ തുടങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ ചായ ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ചായ തിളപ്പിച്ച് കഴിഞ്ഞാൽ പലരും കുരുമുളക് ഇട്ട് ചായ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചായപ്പൊടിയിലോട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കുരുമുളക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. അല്ലെങ്കിൽ സൂപ്പായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അതല്ലെങ്കിൽ ഫുഡിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം ആ കുരുമുളക് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ സൂപ്പിലോ അല്ലെങ്കിൽ വേറെ ചിക്കൻ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കുരുമുളക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന 2 സംശയങ്ങൾ, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. ഗ്രാമ്പൂ വെള്ളം നിങ്ങൾ വെറും വയറ്റിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുരുമുളകിന്റെ വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി എത്ര സമയം വരെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ ഒക്കെ ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. എന്നാൽ നിങ്ങൾ കുടിച്ചിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ 1 ദിവസം വെച്ച് മാത്രം കുടിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ദിവസം 1 ഗ്ലാസ്, അല്ലെങ്കിൽ എടുക്കുന്നത് 1/2 ഗ്ലാസ് ആണെങ്കിൽ 1 ദിവസം ആ 1/2 ഗ്ലാസ് അത് മതി. പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 1 ദിവസം 1 തവണ മാത്രം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.